ഇലക്ഷൻ ഒന്നാമത് അടുത്ത് തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കണം. ആരെങ്കിലും ഒരാൾ ഇച്ചിരി ഒന്ന് മെനക്കെട്ടി ഫാനൊന്ന് നന്നാക്കാത്തുന്നു. കിട്ടണ്ടേ? കിട്ടൂല. പക്ഷെ നിങ്ങൾക്കൊന്നും അറിയണ്ട. ഞാനിവിടെ തല പോഞ്ഞിരിക്കുകയാണ്. ഇലക്ഷനിന് അടുത്ത് എന്തൊക്കെ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കിയിട്ട് ആൾക്കാരെ പിടിക്കണം, വോട്ട് പിടിക്കണം. കേന്ദ്രത്തിൽ നിന്ന് എനിക്കാണ് എല്ലാം വിളിച്ചിട്ട് പ്രത്യേക ശാസന. നിങ്ങൾക്കൊന്നും അറിയണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. അതിനിപ്പോ ഇഷ്ടം പോലെ വാഗ്ദാനങ്ങൾ നമ്മുടെ കയ്യിൽ കിടക്കുമല്ലേ? ഒരു നടക്കാൻ 100-200 വാഗ്ദാനങ്ങൾ അങ്ങ് പറയണം. വാഗ്ദാനങ്ങൾ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും എപ്പോഴും നമ്മൾ ഈ ഒരേ വാഗ്ദാനങ്ങളുമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ പോയണ്ടല്ലോ, അത് പ്രശ്നമാകും. നമുക്ക് പുതിയ പുതിയ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും കണ്ടെത്തണം. പുതിയ പദ്ധതികൾ നമുക്ക് ഇലക്ഷന് എങ്ങനെ ആൾക്കാരെ നമ്മളിലേക്ക് അടുപ്പിക്കാം, നമ്മളെ പാർട്ടിയെ പിന്തുണയ്ക്കാം, അതിനു വേണ്ടി ഓരോരുത്തരും പറ. നിങ്ങൾ ഐഡിയ നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് നമുക്ക് പോയാലോ? എന്തൊരു സ്കൂളിൽ പോയി എന്തൊരു പിള്ളേർ വോട്ട് ചെയ്യോ? പിള്ളേർ പിന്നെ കുട്ടികളെ രക്ഷകർത്താക്കളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാം. എന്റെ ആദ്യം ഇപ്പൊ ഒരു മുൻ മന്ത്രി ചെയ്തേ ഉള്ളൂ ഇവിടെ. അതൊന്നും നടക്കണ കാര്യങ്ങളൊന്നും. അപ്പൊ നമുക്ക് ഒരു സൈക്കിൾ യാത്ര നടത്തിയാലോ? കാലത്ത് എഴുന്നേറ്റ് ഒരു സൈക്കിളിലൂടെ അല്ലേ? ഭയങ്കര ഐഡിയ ആണ്. എന്നിട്ട് എന്താണെന്ന് അറിയാമോ? ഓരോ കെട്ട് പത്രം കൂടെ സൈക്കിളിന്റെ ബാക്കി വെച്ചിട്ട് എല്ലാ വീടുകളിലും പത്രം കൂടെ ഇടും. അപ്പൊ നിനക്കൊരു വരുമാനമായി. ഒട്ടത്രങ്ങൾ പറയില്ലേ? എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോ നമുക്ക് ഈ കോളനികളും നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഈ മുട്ടിലെഴണ പിള്ളേരെയൊക്കെ ചന്തി എഴുതി കൊടുത്താലോ? എന്റെ ആളെ ഈ 5 വർഷത്തിൽ ഒരിക്കൽ ചന്തി അയ്യോ ചെന്നാൽ എല്ലാവർക്കും അറിയാം ഇത് വോട്ട് പിടിക്കാനുള്ള അടവാണെന്ന്. അതൊന്നും നടക്കൂലറിയാ. വേറെ വല്ല കാര്യങ്ങൾ മാറി ചിന്തിക്കുക. എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഇന്നലെ മുതലേ കിടന്നിട്ട് ഉറക്കവും ഇല്ല. ഒരു കാര്യം ആലോചിച്ചോ ഒരു പിടിയും കിട്ടണമില്ല. പ്രസിഡന്റ് ആണെങ്കിൽ 24 മണിക്കൂർ എന്നെ പിടിച്ചോ. നോക്കിയാളിയ സുമനസ്സുകളുടെ കനിവ് തേടി മാതാവ്. ഈ മാതാവിന് നമുക്ക് കുറച്ച് കനിവ് കൊടുത്താലോ? ഒരു മോന് വൃക്ക വേണം. വൃക്ക മാറ്റിവെക്കലിന് സഹായം തേടുകയാണ്. അത് കൊള്ളാം. ഈ മാതാവിനെ നമുക്ക് സഹായിക്കാം. പക്ഷെ ഇത് ഞാൻ ആലോചിച്ചു വേറൊരു സംഭവം. ഇതിപ്പോ ഈ മാതാവിന് മോന് വൃക്ക വേണം. നമുക്ക് ഇതുപോലെ മറ്റവയവങ്ങൾ വേണ്ട ആൾക്കാരെയൊക്കെ കണ്ടെത്തി കുറെ ആൾക്കാരെ കൊണ്ട് അവയവദാനത്തിന് നമുക്ക് സമ്മതിപ്പിക്കാം. അപ്പൊ അതൊരു സമൂഹത്തിനൊരു നന്മയുള്ള ഒരു കാര്യം. മനസ്സിലായി? ഇപ്പൊ കരള് വേണ്ടത്, കണ്ണ് വേണ്ടത്, ഹൃദയം വേണ്ടത്, അതൊക്കെ മാറ്റി വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാരെയൊക്കെ ഒന്ന് ക്യാൻവാസ് ചെയ്ത് അതെ ഒരു സമ്മതപത്രം റെഡിയാക്കിയ ഇത് ആൾക്കാര് ചെയ്യുന്നവർ ചെയ്തോട്ടെ. നമുക്ക് ആ കൂട്ടത്തിൽ 2 വോട്ട് അവർക്ക് മനസ്സുണ്ടെ അവർ തന്നോട്ടെ. അതവർ വേണമെങ്കിൽ തന്നാൽ മതി. നമ്മൾ ചെയ്യണ ഒരു നന്മയാണ്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ഭയങ്കര ഒരു പുണ്യ കാര്യമാണ്. നമുക്കൊരു വാർത്തയാക്കാതെ അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് പദ്ധതി നടപ്പിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ ഒരു ഐശ്വര്യം നിന്നെ ഇരുത്തിക്കൊണ്ട് പറയണമെന്ന് വിചാരിക്കില്ല ബാബുക്കുട്ട. എന്ത് തുടക്കവും നിന്നിൽ നിന്നാണെങ്കിൽ ഭയങ്കര ഐശ്വര്യം കേന്ദ്രത്തിൽ നിന്നും പ്രസിഡന്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നിന്റെ അവയവങ്ങളെല്ലാം ദാനം ചെയ്യാനായിട്ട് സമ്മതപത്രം ഒപ്പുവയ്ക്കണം. അതൊന്നും നടക്കത്തില്ല. അവയവം കൊടുക്കാനൊന്നും പറ്റത്തില്ല. എന്തിടെ സ്വന്തം കാര്യം വന്നപ്പോ പറ്റൂല്ലേ? ഇവിടെ ഇത് മരിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. മരിച്ചിട്ടാണോ? അല്ലാതെ പിന്നെ നിന്റെ ജീവൻ മരിച്ചിട്ടാണെങ്കിൽ നോക്കാം. മരിച്ചിട്ടാണെങ്കിൽ നീ നോക്കാം. നീ അറിയില്ലല്ലോ, നീ നോക്കാം. അല്ല ജീവിച്ചിരിക്കുമ്പോ അപ്പോ ആദ്യമായിട്ട് ഒപ്പുവയ്ക്കാനുള്ള നീയാണ്. നീ ഭയങ്കര രാശിയുള്ളവനാണ്. പിന്നെ നമുക്ക് ഇതിനിടയ്ക്ക് നമുക്ക് പരിചയമുള്ള എല്ലാവരുടെ പറയണം അവയവദാനം മഹാദാനം. അതായിരിക്കണം നമ്മുടെ ഇലക്ഷന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു മുദ്രാവാക്യം. അവയവദാനം മഹാദാനം. നിങ്ങളിപ്പോ മരിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ കൊടുക്കാൻ പോവാ? പിന്നെ അല്ലാണ്ട് ആരോട് ചോദിച്ചിട്ട്? ഞാൻ നല്ല അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത തടി അതങ്ങനെ കണ്ടിക്കണ്ടവർക്കൊന്നും കൊടുക്കാൻ പറ്റൂല. മരിച്ചാ പിന്നെ നമ്മുടെ ശരീരം കൊണ്ട് ഒരു ഗുണമില്ല. എന്റെ കണ്ണെന്ന് മാത്രമല്ല എന്റെ എടുക്കാൻ പറഞ്ഞ എല്ലാ അവയവവും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചേക്കും. പിന്നെ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാ ഗ്ലീറ്റ പറയണത്. അതൊന്നും തുന്നിക്കൂട്ടിയൊന്നും വെക്കാൻ ഞാൻ സമ്മതിക്കൊന്നുമില്ല. അല്ല ഞാൻ ചോദിച്ചിട്ട് എന്റെ കാറ്റ് പോയി കഴിഞ്ഞാൽ നീ എന്നെ ഇവിടെ ഒരു കണ്ണാടി പെട്ടിക്കകത്തിട്ട് മറ്റേ സ്പിരിറ്റൊക്കെ തേച്ചിട്ട് മറ്റേ വീട്ടിൽ കാലാകാലം സൂക്ഷിക്കാൻ എന്താണ് ഞാൻ പറയണേ? മമ്മി അതായിട്ട് സൂക്ഷിക്കാനാണ് അതിന്റെ പരിപാടി. ഞങ്ങളെ ഒരുക്കി കിടത്തിയിട്ട്. അതല്ലടാ, അതല്ല. നമുക്ക് നമ്മുടെ ഒരു ആത്മാവുണ്ടല്ലോ, അത് മരിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നമ്മുടെ ബോഡി എന്താ ചെയ്യണമെന്നൊക്കെ കാണും.
ചെയ്യാൻ പാടില്ല അത്. പിന്നെ ആത്മാവോടെ ഒന്ന് കരയും അത് കണ്ടിട്ട്. ഒന്ന് പോവാ. അമ്മാവ ഇതൊക്കെ പഴയ കാലത്തെ കാര്യങ്ങളാണ്. ഇതൊക്കെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നോട്ടെ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ ഈ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ ഒരു നല്ല സന്ദേശമാണത്. അല്ല അവർക്കപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ പറ്റും. പിന്നെ എല്ലാം മാറ്റി വെക്കാം. ഹൃദയം മാറ്റി വെക്കുന്നു, കരള് മാറ്റി വെക്കുന്നു. കരളിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. ക്ലീറ്റോന് പിന്നെ അവസാനം ഇല്ല. അങ്ങനെയാണെങ്കിൽ അവന് ഹൃദയമാണ് ഇല്ലാത്തത്. ഓ പിന്നെ നിന്റെ പേടി നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ നാക്കെടുത്ത് ഞങ്ങൾ ഒരു പെണ്ണ് ആരും കൊടുക്കൂല. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ അവയവങ്ങൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ ഗുണമുണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ പാർട്ടിക്കാരെല്ലാവരും കൂടെ ഇപ്പം നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ അതിൻ്റെതായ ഒരു ബോധവൽക്കരണം നടത്തി തുടങ്ങിയിട്ടുണ്ട്. ബോധവൽക്കരണം നടത്തണേക്കാൾ നല്ലത് പാർട്ടിക്കാരന് അതിനങ്ങോട്ട് ഇറങ്ങി പുറപ്പെടണല്ലേ. അല്ല അതവർ തീരുമാനിച്ചോണല്ലേ. അതല്ലേ ഈ പറഞ്ഞു പറഞ്ഞത്. അമ്മാവനൊക്കെ ഇറങ്ങണം നമ്മളെ കൂടെ. ഞാനില്ല. അല്ല നിങ്ങളെപ്പോലുള്ള മുതിർന്ന ആൾക്കാരൊക്കെ വേണം. നമ്മളൊന്നും പേടി പേടി പേടി. അതല്ല, ചെറിയ കുട്ടികളവരെ കൊടുക്കുന്ന സമ്മതത്തിൽ ഒപ്പിടുന്നുണ്ട്. സമ്മതത്തോടെ അതല്ലടാ, ഈ മരിച്ചു കഴിഞ്ഞാൽ മുറിച്ച വേദനിക്കില്ല എന്നൊന്നും നമുക്ക് അറിയില്ലോ. പിന്നെ ജീവൻ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ കുടുംബത്തിൽ അവിടെ പാർട്ടിയിൽ പറഞ്ഞോട്ടെ എന്റെ കുടുംബം മുഴുവൻ ഒപ്പിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഒപ്പിടണം. ആരോട് ചോദിച്ചിട്ട്? ഇനി ആരോട് ചോദിക്കണം? പാർട്ടിയിലെല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞു. ജീവിച്ചിരിക്കുമ്പോഴേ ഒരു കാര്യവും നല്ലത് ചെയ്യണില്ല. മരിച്ചു കഴിയുമ്പോഴേ ഇനി ആർക്കെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവും. അപ്പൊ പാർട്ടിക്കാർ ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാരും ചെയ്യണം. അല്ല, പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ പരിപാടി എങ്ങനെയാണ്? ഇപ്പൊ നമ്മളെല്ലാരും തീരുമാനിച്ചു ഒപ്പിടാനായിട്ട്. ആരൊക്കെ ഒപ്പിട്ടപ്പോ? ഒപ്പിടാന്ന് പറഞ്ഞാൽ അൻസാർ നടരാൻ ആ ടീം എല്ലാരും ഒപ്പിട്ട് ഒരു 10-75 പേര് ഒപ്പിട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാരും ഉൾപ്പെടുത്തി ഒപ്പിട്ടു. ആദ്യത്തെ ഒപ്പം കളിയുണ്ടായിരിക്കുമല്ലോ. ഇല്ല ഞാൻ ഇട്ടിട്ടില്ല. സംഭവം ഞാൻ പറഞ്ഞില്ലേ ഒരു 70-75 പേര് ആയപ്പം പേന റീഫിൽ മഷി തീർന്നു. പിന്നെ പുതിയ പേന വാങ്ങി. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് ബാക്കി 10-25 പേരെ ഒപ്പിക്കണ്ട. എന്നിട്ട് ഞങ്ങൾ ഒപ്പിടും. 75 ആയപ്പോ റീഫിലിന്റെ മഷി തീർന്നു. പേന വേറെ അപ്പൊ ആരെങ്കിലും ഇല്ലായിരുന്നു. അതിപ്പോ അതാണ് കാര്യമാണ്. ഞാൻ പിന്നെ കഴിഞ്ഞാൽ ഒരു 100 പേരായി കഴിഞ്ഞിട്ട് 101ാമത്തെ ഒപ്പം എന്റേത് വിട്ട് ഏറ്റവും മേളിൽ ആ ഫോം അങ്ങോട്ട് വെച്ച് ഇതുണ്ടല്ലോ. അതൊരു നല്ല രീതിയല്ല. 101ാമതല്ല, 100 പേരുണ്ടെങ്കിൽ 1ാമത്തെ പേരായിരിക്കണം നമ്മൾ മാതൃക ആയിരിക്കണം. നമ്മളായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിൽ ഒരു പ്രമുഖൻ എന്ന നിലയിൽ അളിയൻ ചേട്ടൻ ആദ്യം അളിയന്റെ പേര് എഴുതണം. ക്ലീറ്റോ എന്ന് എഴുതി വെച്ചിട്ട് ഒരു സൈൻ ചെയ്യുമ്പോൾ അതാണ് അന്തസ്. നീ ചുമ്മാ ആവശ്യമില്ലാതെ പറയാം. ഞാൻ ഇത്രയും പേരെ കളക്ട് ചെയ്ത് അവരെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന്റെ നേതൃസ്ഥാനത്ത് 101ാമത്തെ ആളായിട്ട് ഞാൻ ഒപ്പിട്ട് വയ്ക്കണാണ്. എന്തെന്ന് സ്വാമി നീ ആവശ്യമില്ല സംസാരിക്കില്ല. ഒന്നും അറിഞ്ഞൂടാ സംസാരിക്കില്ല കേട്ടോ. അങ്ങനെ നീ ചെയ്യുമ്പോ നീ ആദ്യം ചെയ്യണമായിരുന്നു. നീ ആയിരുന്നു മാതൃകയാവേണ്ടത്. ഞാൻ എപ്പോ ചെയ്യണമെന്നുള്ള ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ നീ ഗോപി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഇല്ലേലും പിന്നെ തീരുമാനിക്കണം. ഇവൻ എല്ലാ കാര്യങ്ങൾക്കും ഇത് ഇറങ്ങണം. ഞാനുണ്ടെന്ന് പറഞ്ഞേക്കും. അവസാനം എല്ലാരും പിടിച്ച് കുഴിയിട്ടിട്ട് ഇവൻ ഓടിക്കളെ. അവസാനം ഞാൻ ഓടിവിടാം. ഇല്ലാലും ഈ വീട്ടിൽ എന്തെങ്കിലും നല്ല കാര്യം ഞാൻ ചെയ്യാറുമ്പോ അപ്പ പിന്തിരിപ്പിക്കാനായിട്ട് കുറെ എണ്ണം കച്ചകെട്ട് ചൂടാവുന്ന കാര്യമുണ്ട്. മനുഷ്യന് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചൂടാവുന്ന കാര്യമുണ്ട്. എനിക്ക് മനസ്സിലായി. ചുമ്മാ അല്ല, മനസ്സിലായി. നീ എല്ലാത്തിനും മുമ്പേ പോകും. എന്നിട്ട് എല്ലാരും പിടിച്ചാക്കിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിന്നെ പറഞ്ഞ കാര്യമില്ലടാ. പറഞ്ഞൊക്കെ നല്ല കാര്യമായിരുന്നു. അല്ലല്ലോ ക്ലീറ്റോ ചെയ്തേനെ. എന്താ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യണം. ഇത് ആദ്യം ചെയ്തില്ല. ഇതെന്താണ്? എല്ലാരും ആക്കിയിട്ട് അവൻ മാറിക്കളെ. ആരും അറിയ പോലും. അപ്പൊ അവൻ ആദ്യമായിട്ടാണ് ഒപ്പിട്ട് കൊടുത്ത എന്താ കുഴപ്പം? ക്ലീറ്റോ ഒപ്പിടാന്ന് വിചാരിക്കണേ. ഉടായ്പ നമ്മൾ നിന്നും കണ്ടു തുടങ്ങിയല്ലോ. ഞാൻ കുറെ വർഷം 15 കൊല്ലം ഞാൻ കണ്ട ഉടായ്പ. ക്ലീറ്റോ ഒന്നും കാണാതെ അങ്ങനെ ചെയ്യൂല. എന്തെങ്കിലും കാണും. കണ്ടിട്ടുണ്ടോ? അവൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യണമെന്നുള്ള സത്യം. ക്ലീറ്റോ പറയണ സത്യം. നീ എല്ലാം ഇങ്ങനെ മുടക്കാൻ നിൽക്കണം. ഞാൻ മുടക്കാന്നല്ല. എന്തോ പ്രശ്നമുണ്ട് ഇതിനകത്ത്. എന്തോ പ്രശ്നം? അല്ല നല്ല മനസ്സോടൊന്നും ചെയ്യൂല. അത് കനകം പറഞ്ഞാൽ ശരി. എന്ത് കനകം? എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലേ. അപ്പൊ അവൻ ആദ്യം ഒപ്പിട്ടൂടെ? എന്റെ അമ്മാവാ ക്ലീറ്റോ ചെയ്യാന്ന് പറഞ്ഞല്ലോ. ആ ചുമ്മാ ഒരു കാര്യമല്ല ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്നാ പിന്നെ അവനോട് വന്ന വഴിക്ക് ഞാൻ ആദ്യം ഒപ്പിട്ട് മറ്റുള്ളവർ ഒപ്പിട്ട് പറഞ്ഞ പോരെ. ഫസ്റ്റ് ഒപ്പിടേണ്ടത് ക്ലീറ്റോ ചേട്ടനാ. ദേ വരുന്ന ക്ലീറ്റോ.